സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുകയാണ്. ഇപ്പോൾ തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. നമ്മളുടെ കൂടെ IMD ഡയറക്ടർ നിത കെ ഗോപാലാണ് ചേരുന്നത്. മാം, ചൂട് ക്രമാതീതമായി ഉയരുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ചൂടിന്റെ അവസ്ഥ? ഇന്നും നാളെയുമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലേക്കാണ് ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഹീറ്റ് വേവിന് ഇനിഷ്യൽ സ്റ്റേജ് എന്നുള്ളൊരു ഓറഞ്ച് യെല്ലോ ആണ് കൊടുക്കാറ് IMD SOP പ്രകാരം. പക്ഷേ നമ്മുടെ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് താപനില ഉയർന്നു നിൽക്കുന്നതിന്റെ ഒരു സാഹചര്യത്തിൽ ആ ഒരു എന്താ പറയുക കോമ്പൗണ്ട് ഇമ്പാക്ട് ഇന്ന് അനുഭവപ്പെടുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഹീറ്റ് വേവ് ആണെങ്കിൽ കൂടി ഓറഞ്ച് കുറച്ച് ഹയർ കാറ്റഗറിയിലേക്ക് ഓറഞ്ച് കളർ ഹീറ്റ് വേവ് വാർണിംഗ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇന്നും നാളെയും ഇതേ സ്ഥിതി തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇന്നത്തേക്കും നാളത്തേക്കുമായിട്ട് ഹീറ്റ് വേവ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഒരു സ്ഥലത്തും മഴ പെയ്തില്ല. ഇന്നും ഇതുവരേക്കും എന്താ പറയുക ഒരു മഴമേഘങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇന്നും നാളെയും താപനില ഉയർന്നു തന്നെ ഇരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും. പിന്നെ അലേർട്ട് ഇല്ലാത്ത ജില്ലകൾ എന്നത്തെയും പോലെ തന്നെ ഇടുക്കിയും വയനാടും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും താപനില ഉയർന്നു തന്നെ ഇരിക്കും. ഇപ്പോൾ ഹീറ്റ് വേവ് അലേർട്ട് വാർണിംഗ് ഇല്ലാത്ത ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഉയർന്ന താപനില തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഇപ്പോൾ KSDMAയും അവരുടേതായ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാം ചേർത്ത് ബുള്ളറ്റിൻ ഓൾറെഡി അവരും ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി ഈ നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി. അതായത് ഇപ്പോൾ സൂര്യതാപം ഏറ്റ് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ സൂര്യതാപം ഏൽക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഗൗരവത്തിലെടുത്തില്ല, അങ്ങനെയാണോ തോന്നുന്നത്? അത് നമ്മൾ ഒന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ മാർച്ച് 11 തീയതി മുതൽ ഈ ഉയർന്ന താപനിലകളുടെ മുന്നറിയിപ്പും IMDയും അതിന്റെ ബാക്കി ഉള്ള ജാഗ്രതാ നിർദ്ദേശം KSDMAയും ചേർന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നതനുസരിച്ചിട്ട് മീഡിയയും ആവശ്യം പോലെ കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഒരു അല്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും നാളെയും. അപ്പോൾ അതുകൊണ്ട് പരമാവധി മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം എന്തെങ്കിലും സാഹചര്യത്തിൽ പുറത്തിറങ്ങാൻ ഉള്ളവർ. പിന്നെ പ്രത്യേകിച്ചും ഈ കുട്ടികൾ, പിന്നെ വളരെ മുതിർന്നവർ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ളവർ, അങ്ങനെയുള്ള ആളുകൾ, അതായത് നമ്മൾ ഈ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ള ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഹീറ്റ് സ്ട്രെസ് അവരെ ബാധിക്കുന്നത് വേറെ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഓൾറെഡി അവരുടെ ശരീരത്തിന് ചില സവിശേഷ അവസ്ഥയിൽ കൂടി പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഈ ഹീറ്റ് സ്ട്രെസ് അത് വീട്ടിൽ അകത്തിരുന്നാൽ പോലും പലപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് നിർജ്ജലീകരണം തടയുക, അതിന് ഉതകുന്ന രീതിയിലൊക്കെയുള്ള എന്താ പറയുക പാനീയങ്ങളൊക്കെ കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പം പുറത്തിറങ്ങുന്നവർക്ക് മാത്രമല്ല ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവുന്നത്, പുറത്തിറങ്ങുന്നവർക്ക് സൂര്യതാപം പോലെയുള്ള ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു. പക്ഷേ അകത്തിരിക്കുന്നവർക്കും, വീടിനകത്തിരിക്കുന്നവർക്കും മൊത്തത്തിൽ താപനില ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കും ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവാം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും ഈ നമ്മൾ വൾനറബിൾ കാറ്റഗറി എന്ന് പറയുന്ന ആളുകൾ, കുട്ടികൾ, മറ്റസുഖങ്ങളുള്ളവർ, ഗർഭിണികൾ, പ്രായമായവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ വീടിനകത്താണെങ്കിൽ കൂടിയും ഈ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഇനി അതിനുശേഷം ഹീറ്റ് വേവിന് ഇന്നും നാളെയും ശേഷം ഹീറ്റ് വേവ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് 26 തീയതി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ നമ്മൾ 27 തീയതിയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമ്മൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു
ഒരു എന്താ പറയുക ചെറിയൊരു റിലീഫും കിട്ടാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരേക്കുള്ള സമയം നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് ഏറ്റവും ജാഗ്രതയായി നിൽക്കേണ്ടത് അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ജാഗ്രത നിർദ്ദേശത്തിലും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതല്ലാത്ത സമയത്ത് ഏൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നല്ല അതിനർത്ഥം. പക്ഷേ ഏറ്റവും അപകടം കൂടിയ സമയം എന്ന് പറയുന്നത് 11 മുതൽ 3 മണി വരെ. അപ്പോൾ അതിന് മുൻപുള്ള സമയത്ത് അതിന് ശേഷമാണെങ്കിലും നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നമ്മൾക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉള്ളവർ, പ്രത്യേകിച്ചും എന്താ പറയുക മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമൊക്കെ പുറത്തിറങ്ങേണ്ടവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ പതിക്കാതിരിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് 41 ഡിഗ്രിയിലേക്ക് എത്തുന്നു, കൊല്ലത്തും തൃശ്ശൂരും 40 കടക്കുന്നു. അപ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട സ്ഥിതി എന്ന് പറയേണ്ടിയിരിക്കുന്നു? ഇല്ല, ഈ ഇന്നും നാളേക്കും ശേഷം താപനിലയിൽ ഒരു ചെറിയൊരു കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തേക്ക് നമ്മൾ ആശങ്കയെന്നല്ല അതിന് പറയേണ്ടത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സമയങ്ങളിൽ കുറച്ചധിക സമയം വെയിൽ നേരിട്ടേൽക്കുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് ഈ ആശങ്കയുണ്ടാവുന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ മുൻകരുതലുകൾ എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ അത്രയും ഒരു അവസ്ഥയല്ല കേരളത്തിലെ താപനില, പ്രത്യേകിച്ചും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുള്ള സംസ്ഥാനമാണ്. അതൊരു തരത്തിൽ പറഞ്ഞ അനുഗ്രഹമാണ് നമുക്ക്. അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ താപനില ഉയർന്നു നിൽക്കില്ല പല സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ദിവസത്തേക്ക് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം ഉള്ള 2 ദിവസവും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അപ്പം മഴ പെയ്തില്ലെങ്കിൽ താപനില ഉയർന്നു തന്നെ ഇരിക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു ജാഗ്രതയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ഇതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇനിയുള്ള 2 ദിവസം താപനില ഉയരുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ 27-നാണ് മഴ പ്രതീക്ഷിക്കുന്നത്. അതുവരെയും താപനില ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട സ്ഥിതിയല്ല, പക്ഷേ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞിരിക്കുന്ന മുൻകരുതലുകളെല്ലാം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് IMD ഡയറക്ടറും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.